പാകിസ്ഥാന്റെ ജയിലുകളിൽ കഴിയുന്ന 254 ഇന്ത്യൻ സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളെയും ചേർത്തുള്ള ഇന്ത്യക്കാരുടെ പട്ടിക പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. അതോടൊപ്പം 1965-ലും 1971-ലും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധങ്ങളിൽ അന്ന് കാണാതായ പാകിസ്ഥാന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ പട്ടിക അടക്കമാണ് ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്. ഈ വർഷങ്ങളിൽ രണ്ടിടത്തു നിന്നും കാണാതായ സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക അത് പരസ്പരം കൈമാറുന്നതിനിടയിലാണ് പാകിസ്ഥാൻ അവരുടെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇക്കാര്യം ഇപ്പോൾ വിദേശകാര്യ ഓഫീസാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം പാകിസ്ഥാൻ ജയിലിൽ കസ്റ്റഡിയിലുള്ള സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക അത് നയതന്ത്ര മാർഗങ്ങളിലൂടെ ഒരേ സമയമാണ് ഇസ്ലാമാബാദിൽ കൈമാറിയത്. 1965-ലെയും 1971-ലെയും യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് കരുതുന്നത് കാണാതായ 38 പാകിസ്ഥാന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ പേരുവിവരങ്ങളും അനുബന്ധ രേഖകളുടെ പട്ടികയുമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം പാകിസ്ഥാനിലെ ജയിലുകളിൽ കഴിയുന്ന 254 ഇന്ത്യക്കാരുടെയും പട്ടിക അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുകയുണ്ടായിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന 452 പാകിസ്ഥാനികളുടെയും പാകിസ്ഥാനികളെന്ന് വിശ്വസിക്കപ്പെടുന്ന സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക ഇന്ത്യ അവർക്കായി പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. കോൺസുലാർ ആക്സസ് 2008-ലെ ഉഭയകക്ഷി കരാറിൻ്റെ ആ വ്യവസ്ഥകൾ പ്രകാരം ഇത്തരം ലിസ്റ്റുകൾ എല്ലാ വർഷവും ജനുവരി 1-നും അതേപോലെ ജൂലൈ 1-നുമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതേസമയം ഇന്ത്യയിൽ ശിക്ഷ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പാകിസ്ഥാൻ തടവുകാരെയും ഉടൻ മോചിപ്പിക്കുവാനും അവരെ തിരിച്ചെടുക്കുവാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും വിദേശകാര്യ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന തടവുകാർക്ക് പ്രത്യേക പരിഗണന നൽകുവാനും തീരുമാനമുണ്ട്. പാകിസ്ഥാൻ തടവുകാരോ പാകിസ്ഥാനികളെന്ന് കരുതപ്പെടുന്നവരോ ആയിട്ടുള്ള എല്ലാ തടവുകാരുടെയും മോചനത്തിനും അവരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതിനായി കാത്തിരിക്കുന്നവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഗവൺമെന്റിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി 2023-ൽ 62 പാകിസ്ഥാൻ തടവുകാരെയും ഈ നടപ്പ് വർഷം 4 തടവുകാരെയും സ്വദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ സ്വദേശത്തേക്ക് കൊണ്ടുപോയി സുരക്ഷിതമാക്കിയതായും വിദേശകാര്യ ഓഫീസ് അറിയിക്കുകയുണ്ടായി.